ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ആ നടപടിയിന്മേൽ എന്താണ് നമ്മളുടെ ഒരു തീരുമാനം? അല്ല, അത് ഞാൻ നിങ്ങളോട് മൊത്തത്തിൽ പറഞ്ഞായിരുന്നല്ലോ. നടപടി സംബന്ധിച്ച് ഞങ്ങളത് കൂടിയാലോചന നടത്തി ഇത് സ്വീകരിക്കത്തുള്ളൂ. അതിനകത്ത് നിയമവഴി തേടേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ സംബന്ധിച്ച് ആലോചനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുക. ഞങ്ങൾക്കൊരു പരിഭ്രമവും അതിനകത്തില്ല. കാരണം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി മരിക്കാനിടയായ സാഹചര്യമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്വത്തിന് ഞാൻ ഒഴിയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയുമോ? ഇവിടെ പ്രക്ഷോഭം നടത്തുന്ന UDFൻ്റെ നേതാക്കന്മാർ അവർ ഈ സ്കൂളിൻ്റെ അടുത്തുള്ളവരാണ്. DCCയുടെ പ്രസിഡൻ്റായിരുന്നു ഇവിടുത്തെ HM. നിങ്ങൾ പറയുമല്ലോ ഇത് CPM സ്കൂളാണ്. അങ്ങനെയാണെങ്കിൽ DCC പ്രസിഡന്റ് ഇപ്പോൾ ഇരിക്കുന്ന രാജേന്ദ്ര പ്രസാദ് സാർ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം എങ്ങനെയാണ് അന്ന് ഇവിടെ HM ആയി? അദ്ദേഹം HM ആയിട്ടിരിക്കുമ്പോഴും ഈ ലൈനുണ്ട്, ഇവിടെ ഹൈടെക് ലൈനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ? ഒരു പേപ്പർ അദ്ദേഹം എഴുതി തന്നിട്ടുണ്ടോ? UDFൻ്റെ യുവജന നേതാക്കൾ ഇവിടെ സമരം ചെയ്യുന്ന കോലാഹലം ഉണ്ടാക്കുന്നില്ല, ഈ സ്കൂൾ കത്തിക്കണമെന്നൊക്കെയല്ലേ പറയുന്നത്. അവരൊരു പേപ്പർ എഴുതി തന്നിട്ടുണ്ടോ? അതാണ്ട് ഇത് മാനേജർ ഒന്ന് നോക്കണേ. ഇവിടുത്തെ UDFൻ്റെ മെമ്പർമാർ, ജനപ്രതിനിധികൾ ഇതിലെയാണല്ലോ പോകുന്നത്. ഈ സ്കൂളിനകത്ത് എല്ലാ പരിപാടിക്കും അവർ വരുന്നുണ്ടല്ലോ. അവരാരെങ്കിലും അവർക്കെല്ലാം ഉത്തരവാദിത്വം ഇല്ലേ? അവരൊക്കെ ജനപ്രതിനിധികളല്ലേ? അവർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കല്ലേ ഇപ്പോഴത്തെ അതുകൊണ്ടല്ലേ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നത്. ഞാനിതിനെ തള്ളി പറയുന്നൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മുടെ മാനേജ്മെന്റ് ഇരിക്കുന്ന സമയത്താണോ ഈ വൈദ്യുതി ലൈൻ വലിച്ചത്? അല്ല, എനിക്ക് തൊട്ട് മുമ്പാ. അത് അന്നത്തെ മാനേജർ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിന് നിയമകാര്യങ്ങൾ അറിയാവുന്ന ആളുമാണ്. ആ കമ്മിറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്കാണ് പണിയേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഹൈടെക് ലൈനിൻ്റെ താഴെ ഇത് പണിയില്ലായിരുന്നു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. അത് തന്നെയാണ് കാര്യം.